ഇന്ത്യൻ സിനിമയുടെ പിതാവ് ദാദാ സാഹിബ് ഫാൽക്കെ അഥവാ ദുന്ദിരാജ് ഗോവിന്ദ് ഫാൽക്കെ 1887 ജനിച്ച അദ്ദേഹം 1944 വരെ ഇന്ത്യൻ സിനിമയിൽ 19 വർഷക്കാലം സജീവമായി നിലനിന്നിരുന്ന അഥവാ ഒരു ഇന്ത്യൻ സിനിമ തന്നെ കൊണ്ടുപോരുന്ന ഒരാളാണെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം 95ഓളം ഫീച്ചർ ഫിലിമുകളും 26ഓളം ചെറു ഫിലിമുകളും നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. രാജാ ഹരിചന്ദ്രയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ നിർമ്മാണ സംരംഭം. നിർമ്മാതാവ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര പ്രവർത്തകൻ എന്ന രീതി വളരെ പ്രശസ്തനായിരുന്നു അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിൽ. അദ്ദേഹത്തിന്റെ ഇന്ത്യ മുഴുവനും ഒരു കൊണ്ടു നടന്നിരുന്ന ഒരു ഫിലിം അല്ലെങ്കിൽ കളിച്ച ഒരു ഫീച്ചർ ഫിലിം ആയിരുന്നു അദ്ദേഹത്തിന്റെ രാജാ ഹരിചന്ദ്ര എന്നുള്ളത്. സത്യവാൻ സാവിത്രി, ശ്രീകൃഷ്ണ ജൻ, കാളിയമർദ്ദൻ തുടങ്ങിയ അദ്ദേഹത്തിന്റെ ഒരുപാട് ഫേമസ് ആയ ചിത്രങ്ങളുണ്ട്. നമുക്കിത് വിക്കിപീഡിയയൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ ഗൂഗിളൊക്കെ നോക്കിയിട്ടാണ് മനസ്സിലാക്കിയത്. അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ട ആളുകളൊക്കെ വളരെ ഈ ഒരു കാലഘട്ടത്തിൽ കുറവായിരിക്കും. അപ്പോ കഴിഞ്ഞ ദിവസം ഒരു പ്രധാനമായ ഒരു കാര്യമുണ്ടായി. അതായത് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം, അഭിനയകലയുടെ കുലപതി എന്ന് നാം വിശേഷിപ്പിക്കുന്ന നമ്മുടെ മോഹൻലാൽ, അദ്ദേഹത്തിന് ദാദാ സാഹിബ് ഫാൽക്കെ എന്ന് പറയുന്ന ഒരു പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ദാദാ സാഹിബ് ഫാൽക്കെയെ പറ്റി നിങ്ങളോട് പറഞ്ഞത്. 1969 മുതൽ ഇന്ത്യൻ സിനിമയിലെ പരമോന്നത പുരസ്കാരമായിട്ടാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നത്. അത് കിട്ടിയ മലയാളികൾ ചുരുക്കമെന്നല്ല, രണ്ടാമത്തെ മലയാളിയാണ് ലാലേട്ടൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2004 ചലച്ചിത്ര മേഖലയിൽ അടൂർ ഗോപാലകൃഷ്ണനാണ്, നമ്മുടെ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ് ഇതിനു മുമ്പ് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മലയാള സിനിമയിൽ നിന്ന് പിന്നീട് സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ പുരസ്കാരമായി പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടൻ ഈ പുരസ്കാരം തേടിയെത്തിയിരിക്കുന്നത്. പല കോണുകളിൽ നിന്നും മലയാളത്തിലെ മെഗാസ്റ്റാർ മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ ലാലേട്ടനെ പുകഴ്ത്തി ഇങ്ങനെ വരുന്നു. ഹീസ് ഡിസർവിംഗ് പേഴ്സൺ. അതെ, അദ്ദേഹം ഇത് കിട്ടാനായി ഒരു അർഹനാണ്. 47 വർഷത്തെ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ അദ്ദേഹം ഇത് കൃത്യമായി കിട്ടാൻ മറ്റു ഇൻഡസ്ട്രികളെ, ഹിന്ദി ആയാലും മറ്റു ഇൻഡസ്ട്രികളെ വെച്ച് നോക്കിയാൽ അഭിനയത്തിന്റെ കാര്യത്തിലായാലും കഥകളുടെ കാര്യത്തിലായാലും ഒരു മികച്ച രീതിയിൽ നിൽക്കുന്നതാണ് മലയാള സിനിമ. അദ്ദേഹത്തിന് മോഹൻലാലിലേക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ തന്നെ ഒരു എന്താ പറയുന്നത് പക്ഷാപാതമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വളരെ നേരത്തെ മോഹൻലാലിന് മാത്രമല്ല മമ്മൂട്ടിക്ക് അടക്കമുള്ള ആളുകൾക്ക് ഇത് കിട്ടേണ്ടതായിരുന്നു. ഏതായാലും ചലച്ചിത്ര മേഖലയുടെ ഇന്ത്യൻ ചലച്ചിത്ര മേഖലയുടെ വിവിധ കോണുകളിൽ നിന്നും നമ്മുടെ സാക്ഷാൽ ലാലേട്ടൻ അഭിനന്ദന പ്രവാഹനങ്ങൾ നൽകുന്നു. ലാലേട്ടൻ എപ്പോഴും നമ്മുടെ ഒരു വിസ്മയമാണല്ലേ. അതെ, ആ ഒരു അഭിനയിക്കാൻ വന്ന സ്റ്റാർട്ടിനും കട്ടിനും ഇടയിലുള്ള ഒരാൾ വേറെയും, എന്നാൽ ഒരു ഇന്റർവ്യൂ എടുക്കുന്ന ഒരു സമയത്ത് ഒരാൾ വേറെയും, നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് ഒരു കുട്ടിത്തം വിട്ടുമാറാത്ത ഒരു കുട്ടിയായിട്ടും എനിക്ക് പലപ്പോഴും മോഹൻലാലിന് തോന്നിയിട്ടുണ്ട്. അതെ, നമ്മളുടെ എല്ലാം വീട്ടിലെ ഒരു ചെറുപ്പക്കാരൻ, പ്രാരാബ്ദങ്ങളോട് മല്ലിടുന്നല്ല ഒരു ചെറുപ്പക്കാരൻ, ഒരു കഥാപാത്രം പണ്ടത്തെ ലാലേട്ടൻ സിനിമകളിൽ എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇപ്പോഴത്തെ ലാലേട്ടൻ ഒരു അഭിനയത്തിന്റെ ഒരു കുലപതിയാണെന്ന് പറയുന്നത് സംവിധായകർക്ക് പറയാൻ കാരണമുണ്ട്. ഒരു ആക്ഷൻ പറയുന്നതിന് മുമ്പുള്ള ഒരു മോഹൻലാലും ആ കട്ടിനിടയിലുള്ള മോഹൻലാൽ വന്ന് അഭിനയിക്കുമ്പോൾ ഒരിക്കലും അഭിനയിക്കുകയാണെന്ന് തോന്നില്ല എന്നാണ് ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായി ലാലേട്ടനെ കാണുന്നത്. അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞു വരാൻ കാരണം എന്താണെന്നറിയാമോ? ദാദാ സാഹിബ് പുരസ്കാരം മോഹൻലാലിന് കിട്ടുമ്പോൾ ഹിന്ദിയുടെ സംവിധായകൻ രാംഗോപാൽ വർമ്മ ഒരു പ്രസിദ്ധമായ എക്സിൽ ഒരു പോസ്റ്റ് നടത്തിയിരുന്നു. അതായത് മോഹൻലാലിന് ദാദാ സാഹിബ് പുരസ്കാരമല്ല നൽകേണ്ടത്, ദാദാ സാഹിബ് ഫാൽക്കെക്ക് മോഹൻലാലിന്റെ പേരിലുള്ള ഒരു പുരസ്കാരമാണ് കൊടുക്കേണ്ടത്. ആ ഒരു ട്വീറ്റ് അല്ലെങ്കിൽ ഒരു എക്സിൽ ആ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയ അടക്കം എല്ലാവരും ഏറ്റെടുത്തു. കാരണം പലരും പറയുന്നത് ശരിയാണ്, ഇതിലും വലിയൊരു വിശേഷണം ലാലേട്ടന് നൽകാനില്ല എന്ന് തന്നെയാണ് എനിക്കും അത്തരത്തിൽ തന്നെയാണ് തോന്നുന്നത്. കാരണം മോഹൻലാൽ എന്ന ഒരു നടനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതിലും വലിയൊരു ദാദാ സാഹിബ് ഫാൽക്കെക്ക് ഒരു അലങ്കാരികമായി പറയുന്നതാണ് കേട്ടോ, അല്ലാതെ നിങ്ങൾ സീരിയസ് ആയിട്ടാണ് കരുതുന്നത്. ദാദാ സാഹിബ് ഫാൽക്കെക്ക് വേണമെങ്കിൽ ഒരു മോഹൻലാൽ അവാർഡ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല. കാരണം മോഹൻലാൽ എന്ന് പറയുന്ന ആൾ ഈ ഒരു 47 വർഷത്തിനിടയ്ക്ക് നമുക്ക് തന്നതും ചെയ്തു വെച്ചിരിക്കുന്നതും ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയിരിക്കുന്ന സംഭാവനയും അത്ര വലുതാണ്. മലയാളികളുടെ കുട്ടിത്തം പാറാത്ത ആ മഹാപ്രതിഭയ്ക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ഒരു മലയാളിയായി ഞാനും അഭിമാനിക്കുന്നു. ഏതായാലും ഈ ഒരു കാര്യം, അത് മാത്രമല്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, രാംഗോപാൽ വർമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ദാദാ സാഹിബ് ഫാൽക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടോ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളോ എനിക്ക് കൃത്യമായി പരിചയമില്ല. പക്ഷെ മോഹൻലാലിനെ എനിക്ക് അടുത്തറിയാം, അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ എടുത്തറിയാം. അതുകൊണ്ട് തന്നെ ദാദാ സാഹിബ് ഫാൽക്കെക്ക് മോഹൻലാൽ പുരസ്കാരം കൊടുക്കണം. ദാദാ സാഹിബ് ഫാൽക്കെ എന്ന് പറയുന്ന ആൾ ഇന്ത്യൻ സിനിമയിൽ ആ ഒരു സമയത്തൊക്കെ സ്ട്രഗിൾ ചെയ്ത് സിനിമ തന്നെ പിടിക്കുവാൻ വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് ഇന്ത്യക്കാർക്ക് വേണ്ടി ഇത്തരത്തിൽ കഷ്ടനഷ്ടങ്ങൾ സഹിച്ച് ഈ സിനിമ നിർമ്മിച്ചതും സിനിമ എടുത്തതും ആണ് അദ്ദേഹം. ചലച്ചിത്ര മേഖലയ്ക്ക് വളരെ, അതുകൊണ്ട് തന്നെ 1969 തുടങ്ങി അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഇന്ത്യൻ സിനിമയിലെ പരമോന്നത പുരസ്കാരം കൊടുത്തു വരുന്നു.
അപ്പോൾ ലാലേട്ടൻ ഈ ഒരു പരാമർശം കണ്ടപ്പോൾ ഒരുപാട് ലാലേട്ടൻ ശരിയാണെന്ന് തോന്നി. ദാദാ സാഹിബ് ഫാൽക്കെ കുറച്ച് പറയുന്നതല്ല, ലാലേട്ടൻ അത്തരത്തിലൊരു വിശേഷണം കൊടുത്താൽ ഒട്ടും കുറവില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് വന്ന് പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിലുള്ള എന്റർടൈൻമെന്റ് വാർത്തകളും